ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സിമ്പിൾ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീടുകളിലും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ അരച്ച് വെച്ച് 2 കപ്പ് കടലമാവാണ് എടുത്തത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഇടാം. ഞാനിവിടെ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി എടുത്തത്. ഇത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ഏത് കപ്പിലാണോ കടലമാവ് എടുത്തത് ആ ഒരു അളവ് തന്നെയാണ് കേട്ടോ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കേണ്ടത്. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊരു മാവിൻ്റെ രൂപത്തിലാക്കി എടുക്കണം. അതിനായി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടണം. ഇനി നമുക്കിത് ബൂന്തിയായിട്ട് എടുക്കണം. അതിനായിട്ടൊരു ഫ്രൈ പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ബൂന്തിയൊക്കെ കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് സാവധാനം അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബൂന്തി കരിയാതെ നോക്കണം കേട്ടോ. കരിഞ്ഞു പോയാൽ നമ്മുടെ ലഡുവിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറും. അപ്പോൾ കരിയുന്ന മുമ്പേ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബൂന്തിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും ഇങ്ങനെ ബൂന്തിയായിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ ബൂന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറുന്നവരിക്കും നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായി ഞാനൊരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇങ്ങനെ പഞ്ചസാര അലിയുന്നവരിക്കും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്കൊന്ന് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി നിർബന്ധമൊന്നുമില്ല, കളറിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് ഇങ്ങനെ സ്റ്റിക്കി രൂപത്തിലാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓവറായിട്ട് സ്റ്റിക്കി ആവണ്ട, ഒന്ന് ജസ്റ്റ് ഒന്നായാൽ മതിയാവും. അധികം ആകുമ്പോൾ നമ്മളെ ലഡു ഹാർഡായി വരും. അപ്പോൾ ഒന്ന് സ്റ്റിക്ക് ആകുമ്പോഴത്തേന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ജാറിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ബൂന്തി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഒരു ഭാഗം ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതിയാവും. അങ്ങനെ എല്ലാ ബൂന്തിയും ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ബൂന്തിയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഉരുളാക്കി കിട്ടാവുന്ന ആ ഒരു രീതിയിലാവുന്നവർക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിലേക്ക് ഓരോന്നായിട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ
ലഡു റെഡി ആയിട്ടുണ്ട്. ബേക്കറിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഈ ലഡുവിനും. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ വരുന്നവരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.